തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഉഗ്രശബ്ദത്തോടെ ടൈലുകൾ പൊട്ടിത്തെറിച്ചു. പീഡിയാട്രിക് സർജറി വാർഡിൽ രാവിലെ 9:30 സംഭവം. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഇതുപോലെ ആശുപത്രിയിൽ അല്ലെങ്കിൽ കുട്ടികൾ പീഡിയാട്രിക് വിഭാഗത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ നിരവധി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശുപത്രികളിൽ തുടരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജനം TV തന്നെ പല സമയത്തും റിപ്പോർട്ട് ചെയ്തതാണ്. വേണ്ട ഒരു പ്രതികരണം ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ ആശുപത്രികളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒരു കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ ടൈലുകൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആശുപത്രി ജീവനക്കാർ എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടാകാം. വേണ്ട രീതിയിൽ ഒരു പുനഃക്രമീകരണം അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ശരിയാക്കി കൊടുക്കാനുള്ള ഇടപെടൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പിന്നെ പീഡിയാട്രിക് ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ്? ടിൻഡുവിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഏകദേശം ഉഗ്രശബ്ദത്തോടെ തന്നെയാണ് ടൈലുകൾ പൊട്ടിത്തെറിച്ചത്. പീഡിയാട്രിക് സർജറി വാർഡിലായിരുന്നു. രാവിലെ 9:30 സംഭവം നടന്നിരിക്കുന്നത്. സർജറി കഴിഞ്ഞ 3 കുട്ടികൾ വാർഡിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ കുട്ടികളെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം ഒരു സംഭവത്തിന് ശേഷമാണ് കുട്ടികളെ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇത്തരത്തിലെ അതിൻ്റെ പുനഃക്രമീകരണങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ നന്നായി പോകുന്നുണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ എന്ന് ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളിൽ അത് വേണ്ട രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. പീഡിയാട്രിക് വിഭാഗമാണ്. രാവിലെ 9:30 സംഭവം നടന്നത്. കുട്ടികളെ വാർഡിലേക്ക് മാറ്റിയെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശദാംശങ്ങൾ ടിൻഡു. 9:30 മണിയോടെയാണ് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം വാർഡിൽ ഉഗ്രശബ്ദത്തോടു കൂടി ടൈലുകൾ പൊട്ടിത്തെറിച്ചത്. 3 ടൈലുകളാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പീഡിയാട്രിക് വിഭാഗത്തിൽ കുട്ടികളും ചികിത്സയെ തുടരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കുട്ടികളെ മറ്റു വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ടൈലുകൾ പൊട്ടിത്തെറിക്കാനുള്ള കാരണം വ്യക്തമല്ല. പീഡിയാട്രിക് വിഭാഗത്തിന്റെ തറയ്ക്കടിയിലൂടെ വൈദ്യുതി കണക്ഷൻ ഉണ്ടോ എന്നൊരു കാര്യത്തിൽ വ്യക്തമല്ല. അങ്ങനെ എന്തെങ്കിലും കാരണത്താലാണോ പൊട്ടിത്തെറിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 9:30 മണിക്കായിരുന്നു ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. വലിയ അപകടങ്ങളോ അല്ലെങ്കിൽ വലിയ അത്യാഹിതങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. കുട്ടികളെ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടായാലും വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ടൈലുകൾ പൊട്ടിത്തെറിക്കുക, അതോടൊപ്പം തന്നെ കുട്ടികൾ കഴിയുന്ന വാർഡിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടും വലിയ രീതിയിലുള്ള വിശദീകരണങ്ങളോ എന്താണ് സംഭവിച്ചതെന്നോ ഇതുവരെ ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ശരി, ഇപ്പോൾ തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് ശബ്ദത്തോടെ ടൈലുകൾ പൊട്ടിത്തെറിച്ചത്. എന്തായാലും വലിയ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു.